ഇവര് റൂട്ട് വ്യത്യാസമല്ലേ, പിന്നെ എനിക്ക് ഇവരെ എന്ത് വിളിക്കണം എന്ന് പോലും അറിയില്ല. ഡാന്നാണോ ഡീന്നാണോ. ഹെൽമെറ്റ് ഇടാണ്ട് ഇനി എന്റെ കൺമുമ്പിൽ നിന്നെ കണ്ട ഷേപ്പ് ഞാൻ മാറ്റും. നമ്മളിപ്പോൾ ഒരു പാട്ട് ഇറക്കുന്നതാണെങ്കിൽ ഒരു നെഗറ്റീവ് അവിടെ വേണം. എന്നാല് വേണം വേണം. ഞാനിപ്പോൾ ജനങ്ങൾ അങ്ങനെ ഇങ്ങനെ വിചാരിക്കുമോ, അല്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമോ, അതൊന്നും എൻ്റെ മൈൻഡില്ല. അവരിപ്പോൾ കമൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. കാരണം എന്താ, കമൻറ്റ് അടിച്ച സാധനം റീച്ച് ആവും, ഫണ്ട് എനിക്ക് കിട്ടും. ഞാൻ കുറേ ഹിറ്റുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഒരിക്കലും ഈ ഫീൽഡിൽ നിൽക്കും തോന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ മുന്നിൽ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ട്രാപ്പായി പോയിട്ടുണ്ടായിരുന്നു. കൺഫേം. കാരണം അങ്ങനെ ഒരുപാട് ഹണി ട്രാപ്പൊക്കെ പോലെയോ കൺഫേം. കാരണം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം. താജിക്കാർക്ക് അറിയോന്ന് അറിയില്ല. താജിക്കാർക്ക് ഇത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. താജിക്കാനെ വിളിച്ചിട്ട് പിന്നെ ഹണി ട്രാപ്പ് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അപ്പം നേരെ താജിക്ക ഓളോട് വെച്ചിട്ട് അവിടെ ഒരു 250 റീചാർജ് ചെയ്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി 17 തികഞ്ഞുള്ള മണിമുഞ്ചത്തി, ഉമ്മാക്കും ബാപ്പാക്കും പ്രിയമോള്, ഏഴാങ്ങളമാർക്കൊറ്റക്കനിപ്പങ്ങള്. മാപ്പിള പാട്ടുകൾക്ക് പുതിയൊരു രൂപവും ഭാവവും ഒക്കെ കൊടുത്ത തൻസീർ കൂത്തുപറമ്പാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ കൂത്തുപറമ്പ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ സാധാരണ ഒരു തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ടല്ലോ. അടി ഇടി വെട്ട് ആയുധം സ്റ്റീൽ ബോംബ്, ഇതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? എങ്ങനെ ഈ അടി ഇടി വെട്ട് സ്റ്റീൽ ബോംബ് അങ്ങനെയൊക്കെയാണല്ലോ ഒരു പൊതുധാരണ. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൂത്തുപറമ്പ് സത്യം പറഞ്ഞാൽ പച്ചപ്പാവാണ്. നമ്മളിപ്പോൾ എന്താ പറയണ്ടേ, കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാന്തൂന്നല്ല പറയുന്നില്ല, അതേപോലെ പ്രശ്നമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി കൂത്തുപറമ്പെന്നല്ല കേട്ടോ, കണ്ണൂരിൻ്റെ ഒരു ക്യാരക്ടറിനെ സ്നേഹിച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവമാണ്. പിന്നെ രാഷ്ട്രീയ ഇത് കൂടുതലില്ല ഏരിയയിൽ കൂത്തുപറമ്പ് എന്നല്ല, കണ്ണൂർ മൊത്തം ടോട്ടലി രാഷ്ട്രീയം. അതുകൊണ്ടാണ്. അല്ലാണ്ട് അത് ചിലപ്പോൾ ഒരു 100ൽ 1-2 ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കൂത്തുപറമ്പ് മൊത്തമായിട്ട് വരില്ലല്ലോ. കൂത്തുപറമ്പ് സ്വതവേ ആൾപാവങ്ങളാണ്. ഇപ്പം ഈ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ ഈ സെലിബ്രിറ്റീസ് എപ്പോഴും പബ്ലിക്കിൻ്റെ കൂടെ ഒരു പ്രോപ്പർട്ടി ആണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു രാഷ്ട്രീയ ചായവുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് വിചാരിക്കുക, അതുകൊണ്ട് ഇപ്പോൾ ആ രാഷ്ട്രീയം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കാരനായിരുന്നു. പാർട്ടീൻ്റെ പേര് പറയുന്നില്ല. പക്ഷെങ്കിൽ ഒരു സമയത്ത് ഞാൻ ഈ ഫീൽഡിൽ വന്നതിൻ്റെ ശേഷമാണ് എനിക്ക് റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി വെച്ചതെന്ന് പറയാം. കാരണം ഞാൻ ചിന്തിച്ചു, ഞാൻ രാഷ്ട്രീയത്തിൽ പോയത് കൊണ്ട് എനിക്കൊന്നും എൻ്റെ വീട്ടുകാരും അവർ വന്നിട്ട് നോക്കില്ല, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ്സിലില്ല, എൻ്റെ ലൈഫ് മൊത്തം അവിടെ പോകും. ഞാൻ നല്ല പാർട്ടി പ്രവർത്തനമായിരുന്നു. പക്ഷെങ്കിൽ മനസ്സിലാ പാർട്ടി ഉണ്ട്, പക്ഷെങ്കിൽ എന്താ പറയുക, ലൈഫുമായിട്ട് ഞാനത് ചെയ്യില്ല. വോട്ട് ചെയ്യുക, അതേപോലെ ഇങ്ങനത്തെ പരിപാടി വോട്ട് അങ്ങനെ. പക്ഷെ ഞാൻ വോട്ടിൽ ഇപ്പം എത്രയാണ് 10 കൊല്ലം ചെയ്യാത്തത്. വേണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ വെറുതെ ടൈം നമുക്ക് പോകും, നമ്മുടെ ലൈഫില്ലാണ്ടാവും. കാരണം ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിലും ഓരോരോ സമയവും ചിന്തിക്കുന്നതാണ്. അടുത്ത 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം അല്ല അങ്ങനെ ചെയ്യണം എന്നില്ല ചിന്തിക്കുന്ന. അപ്പം അങ്ങനത്തെ ഒരാൾ ഒരിക്കലും പാർട്ടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം വേസ്റ്റ് ആവും. കാരണം എൻ്റെ സുഹൃത്തുക്കൾ മൊത്തം പാർട്ടി മെമ്പേഴ്സും കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ ജോബ് അതുപോലെ നിങ്ങളെ പണി കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിലൊന്നും ഫണ്ട് കിട്ടുന്ന പരിപാടി ഒന്നല്ല. സമയം വേസ്റ്റാണ്, വീട്ടുകാരെ ഭയങ്കര പ്രശ്നമാണ്. ഞാനൊരു സമയത്ത് പാർട്ടികളെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നെല്ലാം ഉമ്മയെല്ലാം ഒരുപാട് കോൾ ചെയ്യും. ഭയങ്കര ബേജാറാവും. കാരണം എന്താ വേണ്ട മോനേടിയില്ല, കാരണം ഫുൾ പ്രശ്നങ്ങളാണല്ലോ മൊത്തം. ആ സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ടീംസിൻ്റെ കൂടെയാണ് മൊത്തം ഒരുവിധം കുറച്ച് ക്രാക്ക് ടീംസിൻ്റെ കൂടെയായിരുന്നു എൻ്റെ എന്നോട് സ്റ്റാർട്ടിങ് സമയത്തല്ലേ. പക്ഷെ ഈ ഫീൽഡിൽ വന്നതിൻ്റെ ശേഷം എനിക്ക് മനസ്സിലായി നമ്മൾ ഒതുങ്ങണം, അല്ലെങ്കിൽ നമുക്ക് അത്ര സമാധാനപ്രിയനായിരുന്നില്ല. ഇല്ല അന്ന് റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വീട്ടിൽ ഉമ്മാനെയും ഇതും മാത്രമേ പേടി ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരെയും പേടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒന്നാമത് ഞാൻ ചിലപ്പോൾ അന്നാക്കായിട്ട് എൻ്റെ ബാക്കിലുള്ള ടീംസ് കുറച്ച് ടെററായിരുന്നു, ഭയങ്കര ടെറർ. എൻ്റെ ഫ്രണ്ട്സ് റെഡിക്ക് പറഞ്ഞാൽ എന്നെ പറ്റിയിട്ട് അന്വേഷിച്ച് നോക്കിയാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും അന്വേഷിച്ച് നോക്കി ഞാൻ മനസ്സിലാവും. കുറച്ച് ചെറിയാതെ എല്ലാവരും അവർ പല കേസിലും പല പ്രശ്നങ്ങളിലും വരുമ്പോൾ ഫസ്റ്റ് വീഡിയോസ് എനിക്ക് അയച്ചേട്ടാ നിൻ്റെ ചങ്ങായി ഉണ്ട് കേട്ടാ, ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ പറയും, ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്, ഇങ്ങനെ പോകരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ യൂട്യൂബിൽ ഭയങ്കര സജീവമാണ്. യൂട്യൂബില് കുറെ കാലമായിട്ട് സജീവമാണ്. യൂട്യൂബിലൊക്കെ തുടക്കകാലം തൊട്ട് അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു. പൊതുവിലൊരു വർത്താനുണ്ട്, അതായത് യൂട്യൂബിൽ നിന്ന് ഏറ്റവും അധികം പൈസ ഉണ്ടാക്കിയ മാപ്പിള പാട്ടുകാരങ്ങളാണ്.
ചാൻസ് ഉണ്ട്. പാട്ടുകാരൻ മാപ്പിളപ്പാട്ട് എന്ന് പറയാൻ പറ്റൂല. ഞാൻ റെഡിക്ക് പറഞ്ഞ ചെയ്യുന്ന മാപ്പിളപ്പാട്ട് ആൽബമാണ്. രണ്ട് മിക്സ്. മാപ്പിളപ്പാട്ട് ആൽബം, മാപ്പിളപ്പാട്ട് എന്നുള്ളൊരു കാറ്റഗറി ഒരു വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കിയത്. മാപ്പിളപ്പാട്ട് എന്നായിരിക്കില്ല, ഒരു സിംഗർ എന്നുള്ള ലെവലിൽ ഈ ഫീൽഡിനെ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫിലിം ഇൻഡസ്ട്രിയിലെ സിംഗേഴ്സ് ആയിക്കോട്ടെ, കേരളത്തിൽ ഒരു സിംഗർ എന്നുള്ള ലെവലിൽ നല്ല ഫണ്ട് ഇതിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആർട്ടിസ്റ്റ് ആട്ടോ, കമ്പനി ബേസ് അല്ല. ഇപ്പോൾ കമ്പനി ഇപ്പോൾ താൾ ബോയ്സ് ഒന്നുണ്ട് അങ്ങനെയല്ല. ഒരു പാട്ടുകാരൻ എന്നുള്ള ലെവലിൽ ഞാൻ എൻ്റെ കമ്പനീൻ്റെ ഓണർ എന്നുള്ള ലെവലിൽ വിചാരിക്കാത്ത അത്രയും ഫണ്ടുകൾ ഞാനത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയണ്ടേ, ഇപ്പം അത്രയും ചാനൽ 100-200ഓളം ചാനലുകളുണ്ട്. അതേപോലെ ഇവൻറ്റുകളുണ്ട്, കുറേ പരിപാടികൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ആർട്ടിസ്റ്റുമാർ അടക്കം. കാരണം ഞാൻ കൊണ്ടാകുന്ന ഒരുപാട് പാട്ടുകാരുണ്ട്, ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്, ഒരുപാട് ലിറിക്സ്, മ്യൂസിക്. അതുപോലെ ഈ ഫീൽഡിൽ ആൽബം മാപ്പിളപ്പാട്ട് മീഡിയയിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അല്ല, നമ്മൾ ഈ എണ്ണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ റെക്കോർഡിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 300+ പാട്ടുകാർ താൽ ബോയ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് കൺഫേം. ഉറപ്പ് താൽ ബോയ്സ് ആയിരിക്കും. എനിക്കൊന്ന് കേരളത്തിൽ നിന്നിട്ടല്ല, ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് കൊടുത്തിട്ടുണ്ടായത് താൽ ബോയ്സ് ആയിരിക്കും. കാരണം 2011 തൊട്ടിട്ട് 15 വരെ ഒരു മാസത്തിൽ 10 ആൽബമാണ്. ഒരു ആൽബത്തിൻ്റെ അടുത്ത് 10 പാട്ടുണ്ടാവും. അങ്ങനെ 100 പാട്ടുണ്ടാവും. ഈ 100 പാട്ടിൽ ഒരു 50ഓളം പാട്ട് പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു 5-6 വർഷം കണക്കൂട്ടുകയാണെങ്കിൽ അത്രയും പാട്ടുകാരുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ, കാരണം അന്നൊന്നും ഇന്റർവ്യൂ ഒന്നും ഇതേപോലെ വരുന്നില്ലല്ലോ, നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല, പരസ്യപ്പെടുത്തിയില്ല ഇതുവരെ. ഒരു ഇന്റർവ്യൂലോ എന്നെ പറ്റിയിട്ട് അറിയാൻ പറ്റൂലായിരിക്കും ഇന്റർവ്യൂല്. അവരെല്ലാവരും ഇപ്പൊ ഒരു സാധാരണ ഒരു ജനങ്ങൾക്ക് മനസ്സിലാന്ന് വെച്ചാൽ ഞാനൊരു സിംഗർ മാത്രമാണെന്നുള്ളത് സംഭവം. പക്ഷെ ഞാനൊരു സിംഗർ, എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ഒരു 10%, 90% ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അല്ലാണ്ട് പാട്ടുകാരനോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസ് എനിക്ക് അങ്ങനെ എന്നോട്ടെ കലയെ ഉദ്ധരിക്കുക അങ്ങനെയൊന്നും ഒരു പരിപാടിയില്ല. കല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാണ്. ഞാൻ ചില സ്റ്റേജ് പ്രോഗ്രാമിലെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു പ്രോഗ്രാം 25 രൂപ വാങ്ങിക്കുന്നുണ്ട്. നമ്മളെ സബ്ബായിലെ ചെറിയ സിംഗേഴ്സുകളുണ്ടാവും, അവർ 3000 രൂപ വാങ്ങുന്നുണ്ടാവും. ഒരു ഇത് ഏകദേശം ഇത് പറയുന്ന കേട്ടാ, എന്നെക്കാട്ടി എത്രയോ കഴിവുള്ള സിംഗറായിരിക്കും ഈ ചങ്ങായി. സ്റ്റേജിൻ്റെ മുന്നിൽ ചെറിയൊരു പാട്ട് പാടുമ്പോൾ ഒരു വെള്ളി, നമ്മളെല്ലാം സ്റ്റേജിൽ അടിച്ച് ഫയർ ചെയ്യല, ഇവരൊരു വെള്ളി വീണിട്ട് ബാക്കിൽ വന്നിട്ട് കരയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാടെ ഇങ്ങനെ കരയുന്നു? അല്ല, ഞാനൊരു പാട്ട് പാടിയത് വെള്ളി വീണ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ അത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഭാവിക്ക് പ്രശ്നമാവും. എനിക്ക് പ്രാന്തുണ്ടടാ. കാരണം അത്ര സില്ലിയാക്കിയിട്ടേ ഞാനത് എടുക്കില്ലല്ലോ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്, ഇപ്പോൾ വിനായകൻ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പണം എന്താ മുഖ്യവും. അത് ആ മൈൻഡ് തന്നെ എനിക്കുള്ളൂ. കാരണം നമ്മളെ ഇപ്പോൾ ഞാൻ കുറേ ഹിറ്റുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഒരിക്കലും ഈ ഫീൽഡിൽ നിൽക്കും തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ മുന്നിൽ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്, അവരെല്ലാവരെക്കാട്ടിയും ഞാൻ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാവരെക്കാട്ടിയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരെക്കാട്ടിയും എനിക്ക് വീടും കാറും എല്ലാ പരിപാടികളും അവരെ എൻ്റെ മുന്നിലെ മാപ്പിളപ്പാട്ടിലെ സിംഗേഴ്സിനെ എനിക്ക് വേണ്ടി ഓപ്പണായിട്ട് പറയാം. അവരെല്ലാവരും ഉണ്ടാക്കിയതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ പൈസയും അവർ ആസ്വദിക്കുന്നതിനെക്കാട്ടി ലൈഫ് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. കാരണം പൈസ ഉണ്ടെങ്കിൽ എല്ലാം നമ്മളെ ബാക്കിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ എൻ്റെ ഇപ്പോൾ പല സിംഗേഴ്സുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഭയങ്കര ക്വാളിറ്റി, ഇപ്പോൾ ഷാഫി കൊല്ലം അല്ലെങ്കിൽ താജു കാസിലേക്ക് ഇവരിൽ ഭയങ്കര